ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. ഇന്നൊരു അടിപൊളി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ് ഷേക്ക് കുടിക്കാന്ന് വിചാരിക്കല്ലേ, ഒരേ എനർജിക്കാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതേ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മളൊന്ന് റെഡി ആവാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചിയിലുള്ള സുഭാഷ് പാർക്കാണ്. അപ്പം ആക്ച്വലി എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സുഭാഷ് പാർക്ക്. കൊച്ചിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അവിടെ ചെന്ന് വെറുതെ പാട്ട് കേട്ടിരുന്നാലും എനിക്ക് സന്തോഷം കേട്ടോ. അപ്പോൾ അത് എൻ്റെ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ ഞാൻ ഇടുകയാണ്. അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലിയാണ്. ഞാൻ അതുകൊണ്ട് കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് മാമാ എർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. അപ്പം അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. വേറെ ഒരു മോയ്സ്ചറൈസറും എനിക്ക് സ്യൂട്ട് ആവത്തില്ല, ഞാൻ യൂസ് ചെയ്യാറും ഇല്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഞാൻ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ആരും കണ്ടില്ല. ആക്ച്വലി ഞാൻ എന്തെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡോട്ട് എപ്പോഴും എൻ്റെ ഡ്രസ്സിലുണ്ടായിരിക്കും. അതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുവാണ് ഗൈസ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഞാൻ വെറുതെ ഇന്ന് ഒരു എന്താ പറയുക, കുറച്ചൊരു ബ്രൈറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. അപ്പം എപ്പോഴും ഇപ്പം ഡെയിലി ഒന്നും ഞാനിത് യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാറുള്ളപ്പം വേറെ ഒന്നും എൻ്റെ സ്കിന്നിൽ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് എൻ്റെ സ്കിന്നിൽ വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലതായിട്ട് അങ്ങ് അടിച്ച് കയറ്റി കൊടുക്കും ഗൈസ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നമ്മുടെ ലിപ് ബാം ഇടാറുണ്ട്. അപ്പം അന്ന് ലിപ് ബാം എടുത്തിട്ട് വരാൻ മറന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാറേ ഇല്ല, കാരണം ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പം അതെടുക്കാൻ മറന്നത് കൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണും കൂടെ എഴുതും കേട്ടോ. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, പാർട്ടിക്ക് പോവുകയാണെങ്കിൽ പോലും ഇത് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ എനിക്ക് അത്രയ്ക്കും നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. ഇത് തന്നെ ഞാനൊരു വിധത്തിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണെഴുതി കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു റെഡിയാകൽ എന്ന് പറയുമ്പോഴത്തേക്കും. അതിനകത്ത് മെയിൻലി ലിപ്സ്റ്റിക്ക് എപ്പോഴും എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക്, പിന്നെ ഡ്രസ്സ്, ഇതുപോലെ പിന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലൊന്നുമില്ല, ഡെയിലി ഒന്നും ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാറില്ല. ഞാൻ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് മാത്രമാണ് നമ്മുടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നോർമലി മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഐലൈനറോ, പിന്നെ ചിലപ്പോൾ പൊട്ടുതൊടും. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്കൊരു മസ്റ്റാണ്. ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, നമ്മൾക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി ഇവിടുത്തെ കുറച്ച് നൈറ്റല്ല, ഒരു 6 മണിയൊക്കെ ആകാറായപ്പോഴാട്ടോ ഞാൻ പോയത്. അപ്പോൾ ആ ഒരു സമയത്തെ കുറച്ച് വ്യൂസ് കാണിച്ചു തരാമേ. അടിപൊളിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് ഇങ്ങനെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്നൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. അത് ഒരു ഭയങ്കര ഫീലാട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് അങ്ങനെ ഇരിക്കണ കാണാൻ പറ്റും. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ